വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ആ ഫുഡ് കോമ്പറ്റീഷൻ്റെ സ്ഥലത്ത് നിന്നും അനുപല്ലവിയാണെങ്കിൽ ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അടുത്തെത്താറായി, 10 മണിക്കകം എത്തുമെന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ എത്തുമല്ലോ, നേരത്തെ വന്നിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങൾ ഒപ്പിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സത്യാമ്മ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇവിടെയും കണ്ടില്ല, ചിലപ്പോൾ എത്തി കാണുമെന്ന് അനുപല്ലവി പറയുന്നുണ്ട്. അന്നേരം എന്തായാലും ഞങ്ങൾ ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം തുടർന്ന് ശാരദാമ്മയോടും പറയുന്നുണ്ട് സുസ്മിതയും കൂട്ടരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടെന്ന്. അന്നേരം അവൾ മത്സരിക്കാനല്ലല്ലോ, മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനല്ലേ വരുന്നത്, ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ കമലിനും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. അവൾക്ക് പരാജയപ്പെടാനായിട്ട് ഒരവസരം അത്രയും കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് അവളെ എങ്ങനെ എഴുതി തള്ളണ്ട, അവൾക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുടെ പരാജയം കണക്ക് കൂട്ടി തന്നെയാണ് അവൾ വന്നിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ അവർ സംസാരിച്ച് പോകുന്നുണ്ട്. ഇതേസമയം സത്യഭാമയും പിന്നെ നൂറും ശാന്തയും ഒക്കെ ഒരു വണ്ടിയിലുണ്ട്. വിഷ്ണു അല്ല വണ്ടി ഓട്ടിക്കുന്നത്, വിഷ്ണു ഫ്രണ്ട് സീറ്റിൽ തന്നെയുണ്ട്, ഡ്രൈവറാണ് ഓട്ടിക്കുന്നത്. അന്നേരം നൂറിൻ്റെ ടെൻഷൻ കണ്ടിട്ട് ഭാമ ചോദിക്കുന്നുണ്ട് എന്താ നൂറെ എത്തേണ്ട സമയമായും തോന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സമയത്ത് എത്തുമെന്നൊരു സംശയം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതൊക്കെ നമ്മൾ എത്തിക്കോളും, ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, മത്സരം തുടങ്ങുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ താമസിച്ചാൽ സംഘാടകർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ മത്സരിക്കാൻ വരുന്നവർ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. അതിപ്പോൾ ശത്രുതയുള്ളവരാണെങ്കിൽ എന്ന് പറയുമ്പോൾ അത് പിന്നെ ആ ശത്രുതയുള്ളവർ തന്നെയാണല്ലോ, അവിടെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിക്കാണും എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ പിന്നെ ശാന്ത പിറകിൽ നിന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ വെപ്രാളപ്പെടുകയൊന്നും വേണ്ട, നമ്മൾ ആരെയും കണക്ക് കൂട്ടണ്ട, നമ്മൾ അവിടെ ചെല്ലുക, നമ്മുടെ വേണ്ടുന്ന രീതിയിൽ മത്സരിക്കുക, ട്രോഫി വാങ്ങി ഇങ്ങ് പോരുക എന്ന്. അന്നേരം വിഷ്ണു ഇങ്ങനെ പുറകോട്ട് നോക്കി ചിരിക്കുന്നുണ്ട് ശാന്തയുടെ ആ സംസാരം കേട്ടിട്ട്. ഇതേസമയം ശാലിനിയും പിന്നെ ശാരദാമ്മയും ഒക്കെ പോകുന്ന കമലിന് ഓട്ടിക്കുന്ന കാറിനെ ചേസ് ചെയ്തൊരു വണ്ടിയാണെങ്കിൽ ഇങ്ങനെ പുറകെ പോകുന്നുണ്ട്, ഒരു ജീപ്പാണ്. തൊട്ടില്ല എന്ന രീതിയിൽ പോകുമ്പോൾ കമലം പെട്ടെന്ന് വെട്ടിക്കുന്നുണ്ട്. അങ്ങനെ കമൽ അവരോട് പറയുകയും ചെയ്യുന്നുണ്ട് അവന്മാർ എന്തൊരു പോക്കാണ് പോകുന്നത്, ഞാൻ വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നിങ്ങനെ ശാലിനിയോട് പറഞ്ഞ് നിർത്തുന്നതിന് മുമ്പേ അവന്മാർ കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് നിർത്തുകയാണ്. അന്നേരം ഈ വണ്ടികൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉരസുന്നുണ്ട്. അന്നേരം പിന്നെ അതിൽ നിന്ന് 2 ഗുണ്ടകൾ ഇങ്ങോട്ട് ചാടി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് കമലിൻ്റെ ഡ്രൈവർ സീറ്റ് തുറന്നിട്ട് നീ എവിടെ നോക്കിയടാ വണ്ടി ഓട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കമലിനെ ഇങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ട് കണ്ടില്ലേ വണ്ടി ഉരസ് ചെയ്ത് മുട്ടിയത് എന്നിങ്ങനെ പറയുമ്പോൾ പെയിൻറ്റ് പോയി എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളല്ലേ നോക്കാതെ വന്നതെന്ന് പറയുമ്പോൾ കമലിനെ പിടിച്ചങ്ങോട്ട് വണ്ടിയിലെ ബോണറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് തള്ളുന്നുണ്ട് ഇവന്മാർ. എന്നിട്ട് അടിക്കാനുള്ള ആ ഒരു വഴക്കിനുള്ള ശ്രമം തന്നെയാണ്. അന്നേരം കമലിനെ വിട് എന്ന് പറഞ്ഞിട്ട് ശാലിനിയും ശാരദാമ്മയും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അന്നേരം കമലിന് ആദ്യം ഒരു അടി കൊള്ളുന്നുണ്ട്, പക്ഷേ രണ്ടാമത് കമലിനെ തിരിച്ച് തല്ലുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് നടക്കുമ്പോൾ അവസാനം ഗുണ്ടകളുടെ കൈപ്പിടിയിൽ കമലിനെ ഒതുങ്ങിയ കമലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാത്തവരും പിടിച്ചു നിർത്തുന്നുണ്ട്. അന്നേരം നീ ഇനി കമലിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് ശാലിനി 2-3 വട്ടം അവന്മാരെ ചെന്ന് പിടിക്കുമ്പോൾ ശാലിനി അങ്ങ് വലിച്ചെറിയുകയാണ്. ശാലിനിക്ക് നല്ലതായിട്ട് വേദനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാരദാമ്മ മോളെന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട് ഇനി കമലിനെ ഉപദ്രവിക്കല്ലെന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞാൽ കേട്ടില്ലേടാ, അവനെ അങ്ങോട്ടെങ്ങാനും മാറിക്കൊണ്ടുപോയി ഉപദ്രവിക്കുക, ഇനി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാം, പോലീസ് വന്ന് പരിഹരിക്കുകയാണ് വേണ്ടതല്ല, നടു റോഡിലിട്ട് തല്ലുകയല്ല വേണ്ടത് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അതെ പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിൽ ഞങ്ങളുടെ തെറ്റല്ലെങ്കിലും ഞങ്ങളത് തരാം, പക്ഷെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്, ഞങ്ങളെ വിടണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു അത്യാവശ്യ സ്ഥലത്തേക്കും പോകുന്നില്ല എന്നീ ഗുണ്ടകൾ പറയുമ്പോൾ ശാലിനിക്ക് സംഭവം മനസ്സിലാവുകയാണ്. അന്നേരം കമലിനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. കമലൻ ചെറുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ കമലിനെ അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. നീ നോക്കിക്കോ എന്നൊക്കെ കമലൻ പറയുന്തോറും ഓരോ അടി കമലിന് കൊടുക്കുകയാണ്. അന്നേരം ശാലിനിയും ഇവർ 2-3 പ്രാവശ്യം പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കണ്ടില്ലേടാ ചേച്ചിക്ക് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് തല്ല് നിർത്തുകയാണ് കമലിനെ. എന്നിട്ട് പറയുന്നുണ്ട് പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് കോംപ്രമൈസ് ആയിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. പോലീസിനെ വിളിക്ക് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയോട് പറയുന്നുണ്ട് ചന്ദ്രബോസിൻ്റെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്, നമ്മളെ അവിടെ സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിക്കാതിരിക്കുക, എങ്ങനെയും വൈകിപ്പിക്കുക, അത് തന്നെയാണ് ഉദ്ദേശം, പോലീസ് വന്നാലും അവരത് വൈകിപ്പിക്കത്തേ ഉള്ളൂ വരാനുള്ള സമയം എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. ശ്രീരഞ്ജിനിയാണ് ഫോൺ ചെയ്യുന്നത്, പക്ഷേ ശ്രീരഞ്ജിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ശ്രീരഞ്ജിനി ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ചിട്ട് ശാലിനി പറയുകയാണ് അവന്മാർ തല്ല് ഇപ്പോൾ കൂടുകയല്ലേ, അപ്പോൾ തല്ല് കൊണ്ടേ പോകുമെങ്കിൽ അതിനുള്ള വഴി തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ്.
അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. കമലിനും തിരിച്ച് ചെറുക്കുന്നുണ്ട്. പക്ഷേ കമലിനെ അവർ അങ്ങനെ ബലമായിട്ട് പിടിച്ച് കൈയൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ച് വെച്ചിരിക്കുകയാണ്, അനങ്ങാൻ പറ്റാത്ത വിധമായിട്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണുവേട്ടാ ഞങ്ങൾ ആണെങ്കിൽ ഇവിടെ കുറേ ഗുണ്ടകൾ വഴിയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞങ്ങളെ കൃത്യസമയത്ത് എത്താതിരിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം, പോലീസ് വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ വിഷ്ണു തിരിച്ച് പോലീസ് വരട്ടെ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പോലീസ് വരുമ്പോഴേക്കും താമസിക്കും, വിഷ്ണുവേട്ടന് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ സാധിക്കുമോ, ഇത് കോളേജ് ജംഗ്ഷൻ്റെ അടുത്തുള്ള ഇട റോഡാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ടെൻഷൻ അടിക്കേണ്ട, ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് വിഷ്ണു അവിടെ ഇറങ്ങുകയാണ്. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാന്ന്. അന്നേരം അമ്മ എനിക്കൊരു അത്യാവശ്യമുണ്ട്, നിങ്ങൾ പൊയ്ക്കോ ഞാൻ എത്തിയേക്കാം. അന്നേരം 100 വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട് വിഷ്ണുട്ട മത്സരം തുടങ്ങുമെന്ന്. അന്നേരം നിങ്ങൾ പൊയ്ക്കോടി, പിന്നെ ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാം എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വേറൊരു ഫ്രണ്ട് പപ്പൻ എന്ന് വിളിക്കുന്നുണ്ട്, ബൈക്കിൽ വരുന്നുണ്ട്. അന്നേരം പപ്പ വണ്ടി നിർത്ത് എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം, എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാം, നീ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഈ പപ്പൻ്റെ ബൈക്കിൽ കയറുന്നുണ്ട്. എന്നിട്ട് വണ്ടി തിരിച്ചു പോവുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ആകെപ്പാട് ദേഷ്യം വരികയാണ്, വിളിച്ചത് ആരാണ് എന്നൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ അവൻ ഇത്ര അത്യാവശ്യപ്പെട്ട് പോയില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാനായിട്ട് ഭാമ പറയുന്നുണ്ട്. രാഘവേട്ടൻ്റെ ചികിത്സയുടെ ഭാഗമായി പോയി, ഇല്ലെങ്കിൽ ഈ യാത്ര തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചേണെന്നും പറഞ്ഞു ആകെ ദേഷ്യപ്പെട്ടാണ് ഭാമ കാറിൽ ഇരിക്കുന്നത്. ഇതേസമയം അവിടെ മത്സരാർത്ഥികളെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം ആൾ കേരള കുക്കർ ഷോയിലെ 1ാം സ്ഥാനം നേടിയ മല്ലിക എസ് നായർ, പിന്നീട് സുസ്മിതയെ, പിന്നെ സത്യഭാമയെ, പിന്നീട് അന്നം തരുന്നതാണ്, ഇത് മത്സരമായിട്ട് കാണാൻ പറ്റില്ല, ഇത് അന്നമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കുടുംബശ്രീ ശാരദാമ്മ എന്നൊക്കെ പറഞ്ഞ് ഈ 4 പേരെയും മത്സരാർത്ഥികളായിട്ട് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം പിന്നെ ഈ സുസ്മിത ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്, ഹലോ മാഡം, ഇവിടെ മത്സരം തുടങ്ങാനായിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ മത്സരാർത്ഥികൾ എവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എത്തുമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ എത്തുമെന്നിങ്ങനെ കുട്ടി പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, ഇത് 1ഉം 2ഉം ക്ലാസ് ഒന്നും അല്ലല്ലോ, അറ്റൻഡൻസ് നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്യാനായിട്ട്, മത്സരത്തിന് അതിൻ്റേതായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് രോഹിത്തും പറയുന്നുണ്ട്. അന്നേരം ഇവരെത്താത്തതിനുള്ള കാരണം സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും അറിയാമല്ലോ, അവരാണെങ്കിൽ പരസ്പരം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ശ്യാമയും ജഗദീപും ഒക്കെ ഇങ്ങനെ പുറകിലേക്ക് നോക്കുന്നുണ്ട്, അവർ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തുടർന്നും പിന്നെ കുറുപ്പ് സാർ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഇവന് വരാനുള്ളവർ ആരാണെന്നുള്ളത് നമുക്കറിയാവുന്ന ആൾക്കാരാണല്ലോ, വഴിയിലെന്തോ തടസ്സം നേരിട്ടത് കൊണ്ടാണ് അവരെത്താൻ വൈകുന്നത്, ഒരു മാനുഷിക പരിഗണന നൽകി അവർ കൂടി വരുന്നത് വരെ നോക്കി നമുക്ക് മത്സരം തുടങ്ങാമെന്ന് പറയുമ്പോൾ അതൊന്നും ഇവിടെ പറ്റില്ല. പിന്നെ ടീം അംഗങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ള ആളുകളെ വെച്ച് മത്സരം നടത്തുക, അവർക്ക് സമ്മാനവും നൽകുക എന്നിങ്ങനെ പറയുമ്പോൾ ജഗദീപ് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ജഗദീപ് പറയുകയാണ്, അങ്ങനെ നടത്തിയാൽ എല്ലാവരും കൂടി പങ്കെടുത്താലല്ലേ അതൊരു മത്സരമാകുകയുള്ളൂ, അല്ലാതെ ഉള്ളവരെ കൊണ്ട് നടത്തിയാൽ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ തോന്നുകയില്ലേ, അതുകൊണ്ട് എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ച് നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം സുസ്മിതയോട് ജഗദീപ് പറഞ്ഞത് സുസ്മിതയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. തുടർന്ന് പറയുന്നുണ്ട്, നിന്നെ ആരെ അഭിപ്രായം പറയാനായിട്ട് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല സുസ്മിതയുടെ അടുത്തേക്കെന്ന് പറയുകയാണ്, ആര് പങ്കെടുത്താലും സുസു തന്നെ ജയിക്കും, യൂട്യൂബ് അങ്ങനെയൊന്നും ചതിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെയും കാണും പോയി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്തിനാ ചിറ്റപ്പ ഈ മാരണങ്ങളെയൊക്കെ തോളെ കയറ്റിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം ആര് തോളെ കയറ്റിക്കൊണ്ട് വന്നു, ചാടി കയറി വന്നതില്ലേ, നിനക്കൊരു കൈസഹായമാകട്ടെ എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാണ് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ കൈസഹായമല്ല, കൈവച്ചൊന്ന് കൊടുക്കാനാണ് തോന്നുന്നത് എന്നിങ്ങനെ പിന്നെ സുസ്മിത പറയുന്നുണ്ട്. വീണ്ടും ഈ സുസ്മിതയുടെ അടുത്തേക്ക് വന്ന് ജഗദീപ് ചോദിക്കുന്നുണ്ട്, അല്ല പണ്ട് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനായിട്ട് തുണ്ട് പേപ്പറൊക്കെ വെച്ചതുപോലെ ഇപ്പോൾ വല്ലതും വെച്ചിട്ടുണ്ടോ, അല്ല ഉപ്പിൻ്റെയും മുളകിൻ്റെയും ചേരുക വല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുസ്മിതയ്ക്ക് ആകെ ഇങ്ങ് തലപ്രാന്ത് എടുക്കുന്നുണ്ട്. ഈ ജഗദീപിൻ്റെ സംസാരവും പെരുമാറ്റവും കൂടെ ആകുമ്പോൾ അന്നേരം അവിടെ എങ്ങാനും പോയിരിക്കടാ എന്നിങ്ങനെ ചന്ദ്രബോസ് വീണ്ടും പറയുകയാണ്. അന്നേരം വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ തോളി കിടക്കുന്ന നേരിയതൊക്കെ ഇങ്ങോട്ട് കുടഞ്ഞിട്ട് ജഗദീപ് പോയി ഇരിക്കുന്നുണ്ട്. തുടർന്ന് സാബു വർഗീസ് ആണെങ്കിൽ ആൻകർ കുട്ടിയോട് ശ്രേയ എന്നാണ് പേര്, ശ്രേയയോട് പറയുന്നുണ്ട്, ശ്രേയ മത്സരം തുടങ്ങുന്നതിന് അനുവദിച്ചിരിക്കുന്ന സമയത്തേക്കാളും ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് നൽകാം, അത് ഈ കുറുപ്പ് സാർ പറഞ്ഞതുപോലെ ഒരു മാനുഷിക പരിഗണന, അതിനപ്പുറം നൽകാനാകില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടിയാണെങ്കിൽ വീണ്ടും മത്സരത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയും ചന്ദ്രബോസൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അവരിങ്ങനെ ടൈം നോക്കി ഇരിക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വണ്ടി പതിയാണ് പോകുന്നത്. നേരെ 100 ഡ്രൈവറോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചേട്ടാ ഇങ്ങനെ പോയാലും നമ്മളവിടെ എത്തില്ല, ഒന്ന് പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് സത്യഭാമയോട് പറയുന്നുണ്ട്. സത്യഭാമയുടെ കണ്ണനെ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചോളാനായിട്ട്. അന്നേരം കണ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും, നമ്മൾ സമയത്ത് അവിടെ എത്തും എന്നിങ്ങനെ ഭാമ 100നോട് പറഞ്ഞിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്. എൻ്റെ രാഘവേട്ടൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, എന്നെ കൈവിടല്ലേ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇതേ സമയം ശാലിനി ആണെങ്കിൽ വീണ്ടും അവിടെ ഗുണ്ടകളോട് തർക്കിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, ഞങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ ഒന്ന് അടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ മേലല്ലേ നിങ്ങളുടെ വണ്ടി മുട്ടിയത്, അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കമലിനെ ആണെങ്കിൽ ആ ഒരു മറ്റേ ഗുണ്ടയാണെങ്കിൽ തറയിൽ അങ്ങോട്ട് കിടത്തിയിട്ട് കൈയൊക്കെ ഇങ്ങനെ പിണച്ച് വെച്ചിരിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ശരി എങ്കിൽ പോലീസിനെ വിളിക്കുക, പോലീസ് വരട്ടെ, എന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നീ ആരായാലും ഞങ്ങൾക്ക് എന്താടി എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം, പോലീസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇയാളുടെ ഭാവം മാറുന്നുണ്ട്. ഇയാൾ പെട്ടെന്ന് ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞാൽ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങുകയാണ്. അന്നേരം പരാതിക്കാർ ഞങ്ങളല്ലേ, അപ്പോൾ ഞങ്ങളല്ലേ പരാതി കൊടുക്കേണ്ടത്, ഒന്ന് അടങ്ങി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ ഫോൺ ബലമായിട്ട് പിടിച്ചു വാങ്ങുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വണ്ടിയും കുറേ ഗുണ്ടകൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. റോഡിൽ കുറേ കമ്പും പാട്ടയൊക്കെ നിരത്തി വെച്ച് അങ്ങനെ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അന്നേരം വണ്ടി അവിടെ നിർത്തുന്നുണ്ട്. അന്നേരം ഇതിൽ ഒരാൾ പറയുന്നുണ്ട്, അവിടെ റോഡ് ബ്ലോക്കാണ്, റോഡ് പണി നടക്കുകയാണ്, വണ്ടി പോകില്ല എന്ന് പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 1/2 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ എന്ന്. അന്നേരം എങ്കിൽ ഇറങ്ങി നടന്നു പോയിക്കോ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് 100 ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവരോട് ചെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ പങ്കെടുക്കാനുള്ളതാണ്, നടന്നു പോയാൽ എത്തില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ മോളെൻ്റെ തോളത്തോട്ട് കയറിക്കോ, ഞാൻ ചുമന്ന് അവിടെ കൊണ്ട് ചെന്ന് ആക്കാമെന്ന് പറയുമ്പോൾ മറ്റേ 2 പേരുണ്ട് മറ്റേ ആളും പറയുന്നുണ്ട്, എങ്കിൽ മോളെ ഞാൻ എടുക്കാം, ഞാനാകുമ്പോൾ ചുമന്നുകൊണ്ട് അങ്ങ് പോവാം എന്ന് പറയുമ്പോൾ ഈ 100നെ കാര്യം മനസ്സിലാകുകയാണ്. അന്നേരം ഈ സത്യഭാമയും ശാന്തയും പൊന്നിയും ഒക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ചേട്ടന്മാർ മുട എടുക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, മോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഭാമയോട് ചെന്ന് പറയുന്നുണ്ട്, ഇതാരോ നമ്മളെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമമാണ്, നമ്മളെ സമയത്ത് അവിടെ എത്തിക്കാതിരിക്കാനായിട്ട്, ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ, ഇത് നമുക്ക് എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞിട്ട് 100 ആണെങ്കിൽ അത് എടുക്കാനായിട്ട് ആ കമ്പൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങുമ്പോൾ ഇയാളാണെങ്കിൽ അതിൽ കാല് വയ്ക്കുന്നുണ്ട് ആ വീപ്പയുടെ മുകളിലേക്ക്. എന്നിട്ട് പറയുകയാണ്, രാജപ്പൻ വെച്ച ബ്ലോക്കാണ്, അത് തടയാനായിട്ട് അത് മാറ്റാനായിട്ട് ഇവിടുത്തെ ഒരാണുങ്ങളും വളർന്നിട്ടില്ല, പിന്നെയല്ലേ ഒരു പെണ്ണായ നീ എന്ന് പറയുമ്പോൾ അത് ചേട്ടൻ നല്ല ചുണയുള്ള ആൺപിള്ളേരെ കാണാഞ്ഞിട്ടാണ് എന്നിങ്ങനെ 100 പറയുമ്പോൾ എങ്കിൽ വിളിക്കടി, ആരാണെന്ന് വെച്ചാൽ നിൻ്റെ ചുണയുള്ള ആൺപിള്ളേരെ, എൻ്റെ കാമുകന്മാരോ ആരെയാണെന്ന് വെച്ചാൽ വിളിക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ചിരിക്കുകയാണ് രണ്ടുപേരും കൂടി. അന്നേരം 100 ചെന്ന് സത്യഭാമയോട് പറയുന്നുണ്ട്, തുടർന്ന് അവർ പറയുന്നുണ്ട് 1.5 കിലോമീറ്റർ ചുറ്റി പോയാലും നിങ്ങൾക്ക് അവിടെ എത്താമെന്നുള്ളത്. അന്നേരം അവർ സമ്മതിക്കുന്നില്ല. തുടർന്ന് 100 സത്യഭാമയോട് പറയുന്നുണ്ട്, ഇത് നമ്മളൊരു പരീക്ഷണം തന്നെയാണ്, ഇവിടെ നമ്മൾ തോറ്റു പോയാൽ നമ്മൾ എല്ലായിടത്തും തോക്കും, അതുകൊണ്ട് നമുക്കിത് ഒരുമിച്ചെടുത്ത് മാറ്റാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ 100 ആണെങ്കിൽ അത് എടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ മോള് പറഞ്ഞാൽ കേൾക്കില്ലല്ലേ, നീയാണല്ലേ ഇവരുടെയൊക്കെ ലീഡർ, അപ്പോൾ നിന്നെ തൊട്ടാൽ ആരാണ് വരുന്നതെന്ന് നോക്കാമല്ലോ, നിനക്ക് തന്നെ ആദ്യത്തെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 100ൻ്റെ കാരണം നോക്കി ഇയാളൊരു അടി അടിക്കുന്നുണ്ട്. അന്നേരം 100 ആകെ വേദനിച്ചിങ്ങനെ കൈവച്ച് നിൽക്കുകയാണ്. അന്നേരം ഭാമയും ബാക്കിയുള്ളവർ അയ്യോ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. തുടർന്ന് 100നെ അങ്ങോട്ട് വലിച്ച് വണ്ടിയുടെ മുമ്പിലേക്ക് എറിയുകയാണ്. ഇതേ സമയം അവിടെ ശാലിനി ആണെങ്കിൽ എൻ്റെ ഫോൺ ഇങ്ങോട്ട് താന്നും പറഞ്ഞിട്ട് അത് പിടിച്ചു വാങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനിയെ പിടിച്ചങ്ങോട്ട് തള്ളുന്നുണ്ട്. വീണ്ടും ശാലിനി ഫോൺ വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ ശാലിനിയുടെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. മോളെ എന്നൊക്കെ വിളിച്ച് ശാരദാമ്മ കരയുന്നുണ്ട്. കമലിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ കമലിൻ്റെ 2 കൈയും കൂടി കൂട്ടി കെട്ടിയിട്ട് അവിടെ തറയിൽ ഇട്ടിരിക്കുകയാണ്. മറ്റേ ആൾ ബലമായിട്ട് പിടിച്ചിട്ടുമുണ്ട്. അന്നേരം ശാലിനി ആകെ ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്ന ആ ഒരു കൃത്യസമയത്ത് തന്നെ വിഷ്ണു എത്തുന്നുണ്ട്. ആ പപ്പൻ്റെ ബൈക്കിൽ വിഷ്ണു എത്തുന്നുണ്ട്. ഈ സീൻ കണ്ടുകൊണ്ടാണ് വിഷ്ണു വരുന്നത്. വിഷ്ണു അങ്ങോട്ട് ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങിയിട്ട് ഈ ശാലിനിയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് ആളിൻ്റെ മുന്ന് നോക്കി ഒരു ഒറ്റ ചവിട്ട് കിട്ടുകയാണ്. അതിനാണെങ്കിൽ 2 കരണം മറിഞ്ഞ് അപ്പുറത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. എൻ്റെ പെണ്ണിനെ തൊടുന്നോടാന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ആകെപ്പാടെ കലിയേറി നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി ശ്വാസമൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ശാലിനി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയുടെ കയ്യിലൊന്ന് പിടിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പം ആശാനി എന്ന് വിളിച്ച് കമലൻ അവിടെ വിളിക്കുകയാണ്. അന്നേരം അഴിച്ചു വിടടാ പപ്പ എന്നിങ്ങനെ പറയുന്നുണ്ട്. കമലിനെ പിടിച്ചിരുന്ന ആളിനെയും വിഷ്ണു ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അഴിച്ചു വിടടാ പപ്പ എന്ന് പറയുമ്പോൾ ഈ പപ്പനാണെങ്കിൽ കമലിൻ്റെ കയ്യിലേക്ക് അഴിക്കുന്നുണ്ട്. അന്നേരം നേരത്തെ ആദ്യം അടി കൊണ്ടുപോയവനാണെങ്കിൽ വീണ്ടും ഇങ്ങനെ തിരിച്ചു വരികയാണ്. അന്നേരം വിഷ്ണുവും അയാളും തമ്മിൽ പൊരിഞ്ഞ അടി കിടക്കുന്നുണ്ട്. നന്നായിട്ട് അടിക്കുകയാണ്. വിഷ്ണു ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനിയൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അടി കൊണ്ട് അതിൽ ഒരുത്തൻ അങ്ങോട്ട് വീഴുമ്പോൾ അടുത്തൊരു വാളോ കമ്പോ എന്തോ കിടക്കുന്ന കാണുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ നിൽക്കുമ്പോൾ അതെടുക്കാനുള്ളൊരു ശ്രമത്തിൽ ഇത്രയുമാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ആ അടിയും വരവൊക്കെ ഉണ്ട്. അവന്മാർ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അവിടെ വിഷ്ണു അവിടെ എല്ലാത്തിനെയും അടിച്ച് നിരപ്പാക്കും. ഇവർ അങ്ങോട്ട് പോവുകയും ചെയ്യും. അവിടെയാണെങ്കിൽ അനൂപ് എത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവരും മത്സര സ്ഥലത്തേക്ക് എത്തും. പിന്നീട് മത്സരമാണ് കാണിക്കുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.